ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ മനോഹർ കല്യാണ വേഷത്തിൽ അങ്ങനെ മണ്ഡപത്തിന്റെ അവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ജാമ്പുവാൻ വന്നിട്ട് മനോഹരന്റെ കൈ പിടിച്ചിട്ട് മണ്ഡപത്തിലേക്ക് ഇരുത്തു കേട്ടോ. മനോഹർ എല്ലായിടത്തും നമസ്കാരം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ശേഷം ഷാരിനെ ഒന്ന് നോക്കുന്നുണ്ട്. ഷാരി ആണെങ്കിൽ ഇന്നത്തോടെ എൻ്റെ മോളുടെ ജീവിതത്തിൽ കാലമാടം പോകുമല്ലോ, ആ ഒരു മുഹൂർത്തത്തിന് വേണ്ടിയിട്ടാണ് ഷാരി ഇങ്ങനെ കാത്തു നിൽക്കുന്നത്. അങ്ങനെ മനോഹർ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് വന്ദിനയുടെ അച്ഛൻ ചോദിക്കണ്ടേ, എല്ലാ ജീവൻ മോന്റെ അച്ഛൻ വന്നില്ലേ? ഒന്നും പറയണ്ട, എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്ട ഞാൻ കൊണ്ടുവരാതിരുന്നത്, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും കൊണ്ടുവന്നാനെ എന്ന് പറയാണ്. ഓ ആയിക്കോട്ടെ എന്നിങ്ങനെ പറയുന്നുണ്ട്. സാരമില്ല സാരമില്ല എന്നൊക്കെ പറയാണ്. സാരമില്ല, ആന്റി വന്നിട്ടുണ്ടല്ലോ എന്ന് പറയാണ്. അപ്പോഴേക്കും ജാമ്പുവാൻ പറയുന്നുണ്ട് വന്ദനയുടെ അച്ഛനടുത്ത്, ആന്റി ഈ കാര്യത്തിൽ മാത്രം അവൻ സത്യം പറഞ്ഞു, അവന്റെ ആന്റി തന്നെയാ, പക്ഷെ അവന്റെ പെണ്ണുമ്പോഴുടെ ആന്റിയാണെന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ പരസ്പരം ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ വന്ദനേനെയും കൂട്ടിക്കൊണ്ട് വന്ദനയുടെ അമ്മ അതുപോലെ തന്നെ വേറെ 2 പേരും കൂടി അങ്ങോട്ടേക്ക് വരുവാണ്. അങ്ങോട്ടേക്ക് വരുമ്പോ തന്നെ ഷാരി ഇങ്ങനെ നോക്കുവാണ്. മോളെങ്ങനെയുണ്ട് എന്ന് വന്ദനയുടെ അച്ഛൻ ചോദിക്കുമ്പോൾ, ഓ സുന്ദരി കുട്ടിയാ എന്ന് ഷാരി പറയാട്ടോ. അങ്ങനെ വന്ദനേനെ കൈ പിടിച്ചിട്ട് കതിർമണ്ഡപത്തിലേക്ക് ഇരുത്തുവാണ് ഷാരി. അങ്ങനെ വന്ദന നമ്മുടെ വന്ദനയായിട്ട് വന്നേക്കുന്ന വരുൺ മനോഹറിന്റെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. വരുൺ ഇങ്ങനെ നിൽക്കുവാണ്. മനോഹർ ഇങ്ങനെ വരുണിന്റെ അടുത്തേക്ക് വന്നിട്ട്, അതെ സുന്ദരിയായിട്ടുണ്ട് കേട്ടോ എന്ന് പറയാണ്. അടിപൊളി എന്ന് പറയുമ്പോഴേക്കും വരുൺ നാണത്തോടു കൂടി തന്നെ ഇങ്ങനെ ചിരിക്കുകയാണ്. അതെ മുഹൂർത്തത്തിന്റെ സമയം, കെട്ടുമേളം കെട്ടുമേളം എന്ന് പറഞ്ഞിട്ട് മനോഹറിന്റെ കയ്യിലേക്ക് താലി കൊടുക്കാണ്. മനോഹർ ആ താലി ഇങ്ങനെ പിടിക്കുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ വരുൺ ചോദിക്കുന്നുണ്ട്, ആ നല്ല താലിയാണല്ലോ, ഇത് എവിടെ നിന്ന് വാങ്ങിച്ചു എന്ന് ചോദിക്കുമ്പോഴേക്കും മനോഹർ പറയുന്നുണ്ട്, ഇത് നമ്മൾ ഒരുമിച്ചല്ലേ മോള് പോയി വാങ്ങിച്ചത്. എന്താ എന്താ നീ ഇപ്പൊ ചോദിച്ചത്? അല്ല ഈ താലി എവിടുന്നാ വാങ്ങിച്ചെന്ന്. മോളൂര് സംസാരിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഷാരി പറയുന്നുണ്ട്, അതെ സംസാരിക്കാൻ പറ്റുന്നുണ്ട്, ഇത് ആണുങ്ങളുടെ സൗണ്ട് ആണല്ലോ എന്ന് പറയുമ്പോഴേക്കും വരുൺ പറയാത്, അതെ ആണുങ്ങളുടെ സൗണ്ട് തന്നെയാ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നുണ്ടായിരുന്ന കുങ്കുമം എടുത്തിട്ട് മനോഹറിന്റെ മുഖത്തേക്ക് ഇടുവാട്ടോ. എന്തൊക്കെയാ കാണിക്കണത് എന്ന് മനോഹർ ചോദിക്കുമ്പോൾ വരുൺ പറയുന്നുണ്ട്, അതെ ഇടയ്ക്ക് എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നും, പിന്നെ ഈ മുടിയൊക്കെ എനിക്ക് വല്ലാത്ത ഭാരമായിട്ട് തോന്നും. ആ സമയത്ത് ഞാൻ മുടി ഇങ്ങനെ പിടിച്ചിട്ട് ഒരൊറ്റ ഇങ്ങനെ പുറകിലേക്ക് വലിക്കുവാട്ടോ. വലിക്കുമ്പോഴേക്കും ആണുങ്ങളുടെ മുടി പോലെ ആവാണ്. വരുൺ അതിങ്ങനെ ഒതുക്കി ചീവണൊക്കെ ഉണ്ട്. എന്താടാ നിനക്ക് മനസ്സിലായില്ല ഇപ്പോഴും ഞാൻ ആരാണെന്ന് എന്ന് ചോദിക്കുമ്പോൾ തന്നെ അവിടെ നിന്ന് സ്റ്റേജിന് പുറകെ നിന്ന് കല്യാണിയും നിഷയും ജുബാനയൊക്കെ വരുവാണ്. അവർ 3 പേരും വരുമ്പോൾ തന്നെ മനോഹറിന്റെ കാര്യം മനസ്സിലായി, കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയെന്ന്. മനോഹർ ആകെ നാണം കുടുങ്ങിയിരിക്കുകയാണ്. കല്യാണി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയണ്ടേ, എന്താടാ മനോഹര നിനക്കിത് ആരാന്ന് മനസ്സിലായില്ലേ? എടാ ഇതാണ് വരുൺ. പിന്നെ വരുൺ ആരാന്ന് നിനക്ക് മനസ്സിലാവണമെങ്കിൽ നീ കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്യണോടാ. നീ ഒരു കാര്യം ചെയ്യ്, അവിടെ നിന്നും കൂടി നീങ്ങി നിൽക്ക്, വരുണെ പോയി വേഷമൊക്കെ മാറിയിട്ട് വാ എന്ന് പറയണം. എന്ന് പറഞ്ഞിട്ട് വരുൺ അവിടെ നിന്ന് പോകുവാണ് വേഷം മാറാനായിട്ട്. ആ സമയത്ത് കല്യാണി മനോഹരന്റെ മുഖത്തിൽ ഒറ്റ അടി വെച്ച് കൊടുക്കുകയാണ്. നാണൂല്ലടാ നിനക്ക്, നിനക്ക് എത്ര പ്രാവശ്യം വേണ്ട പെമ്പിള്ളേരെ ചതിക്കാൻ നിൽക്കരുത്, എന്നിട്ട് നീ ആ സ്വഭാവം വെടിയുന്ന പ്രശ്നമൊന്നുമില്ലല്ലേ, നിനക്കൊരു പണി തന്നെ ഞങ്ങൾ തന്നതാടാ എന്ന് പറയുമ്പോ ജുബാനെ മുഖത്തിട്ട് കൊടുക്കാണ്. നീ എന്നെ ഒരുപാട് പറ്റിച്ചു, ഒരുപാട് നാണം കെടുത്തി, എടാ എല്ലാ പെണ്ണുങ്ങളുടെയും കൂടി അടിയാടാ ഞങ്ങൾ തരുന്നത് എന്ന് പറഞ്ഞിട്ട് ജുബാനെ അടിക്കാണ്. നിഷ വരുന്നുണ്ട്, നിഷയെ അടിക്കുന്നുണ്ട്. അങ്ങനെ 3 പെണ്ണുങ്ങൾ മാറി മാറി അടിക്കാണ്. കല്യാണം ചോദിക്കുന്നുണ്ട് ഷാരി എടുത്ത്, നിങ്ങൾ വന്നല്ലേ കല്യാണത്തിനാ, നിങ്ങളുടെ മോളുടെ ജീവിതത്തിൽ നിന്ന് ഇന്നിവൻ ഒഴിഞ്ഞു പോകും എന്ന് കരുതിയിട്ടാണോ നിങ്ങൾ ഇവന്റെ കല്യാണത്തിന് കൂടാൻ വേണ്ടി വന്നത്? എങ്കിൽ നിങ്ങൾ അറിഞ്ഞോ, നിങ്ങളുടെ മോളുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഇവൻ ഒഴിഞ്ഞു പോകാൻ പോണില്ല. എന്നിട്ട് മനോഹർ പറഞ്ഞു, എടാ മനോഹരെ നിനക്ക് പറ്റിയ കൂട്ടങ്ങളെ തന്നെയാ നിനക്ക് ഇവളെ സരയുവിന്റെ ഫാമിലിനെയും കിട്ടിയത്. നിങ്ങൾ തമ്മിൽ നന്നായിട്ട് ചേരും. അതുകൊണ്ട് നീ ഇനിയുള്ള കാലം സരയുവിന്റെ കൂടെ സുഖമായിട്ട് ജീവിച്ചോ, ഒരു പ്രശ്നവുമില്ല. പക്ഷെ മറ്റു പെണ്ണുങ്ങളെ നോക്കാൻ കൂടി പാടില്ല എന്ന് കല്യാണി പറയാണ്. ആ സമയത്ത് നമ്മുടെ മനോഹറിനെ ഇങ്ങനെ പിടിച്ചു വലിച്ചിട്ട് കല്യാണി സ്റ്റേജിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുവരാണ്. നീ ഈ മൂലക്ക് നിൽക്ക്, എന്നിട്ട് കല്യാണമൊക്കെ കണ്ടിട്ട് കല്യാണ സദ്യയൊക്കെ കഴിച്ചിട്ട് പോയാൽ മതിയുടെ മനോഹര എന്ന് പറയാണ്. അപ്പോഴേക്കും വന്ദനയുടെ അച്ഛൻ ചോദിക്കണ്ട, അല്ല ഇത് ജീവനല്ലേ മോളെ എന്ന് ചോദിക്കുമ്പോൾ നിഷ പറയണ്ട്, അതെ ഇവൻ ജീവൻ തന്നെയാ, പെട്ടെന്ന് തന്നെ ജീവൻ പോകും എന്നിങ്ങനെ പറഞ്ഞിട്ട് കളിയാക്കി ചിരിക്കും കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ മനോഹർ നോക്കുമ്പോഴേക്കും വന്ദന വരുണായിട്ട് നല്ല അടിപൊളി വേഷത്തിൽ കല്യാണ ചക്കന്റെ വേഷത്തിൽ വന്നിരിക്കുകയാണ്. കൂടെ നമ്മുടെ നിധയുണ്ട്. നിധേനെ കാണുമ്പോ കല്യാണി ചോദിക്കേണ്ടടാ ആ പെണ്ണാരാന്ന് നിനക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോ മനോഹർ ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ നിധയുടെ കൈ പിടിച്ച് വരുണാണെന്നുണ്ടെങ്കിൽ മണ്ഡപത്തിന്റെ ഉള്ളിലേക്ക് കയറുവാണ്. എന്നിട്ട് നിധയും വരുൺ അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ മനോഹറിന് പറയണ്ട കല്യാണി, എടാ ശരിക്കും കാണണ്ട, നീ മേടിച്ചെടുത്ത അതേ താലി തന്നെയാ നിധയുടെ കഴുത്തിൽ അണിയിക്കാൻ പോണത് എന്ന് പറഞ്ഞിട്ട് വരുൺ
അങ്ങനെ വരുൺ നമ്മുടെ നിധിയുടെ കഴുത്തിൽ താലി കെട്ടുവാണ്. അങ്ങനെ എല്ലാവരും ഇങ്ങനെ അനുഗ്രഹിക്കുന്നുണ്ട്. വരുണാണെങ്കിൽ നിധിയുടെ കൈ പിടിച്ച് കതിർ മണ്ഡപമൊക്കെ ഇങ്ങനെ വലം വെച്ചിട്ട് ഇങ്ങനെ വരുവാണ്. ശേഷം നിധ മനോഹറിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഒരു അറ്റടി വെച്ച് മനോഹറിനെ കൊടുക്കുവാണ്. നോക്ക്, നിന്റെ നിന്റെ കയ്യിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടത് തലനാഴിഴക്കാടാ, അതുകൊണ്ട് എനിക്ക് നല്ലൊരു ജീവിതം കിട്ടി എന്ന് പറയുമ്പോൾ നിശ പറയുന്നുണ്ട്, എനിക്ക് എന്റെ ജീവിതം നശിഞ്ഞു. ഒരു മാസം ഇവന്റെ കൂടെ ഞാൻ ജീവിച്ചിട്ടുള്ളൂ. പക്ഷെ ഭാര്യയായിട്ട് തന്നെ ഞാൻ ഇവന്റെ കൂടെ ജീവിച്ചത്. ഇവൻ എന്നെ ശരിക്കും ചതിച്ചു. അന്ന് എന്നെ കല്യാണ ചേച്ചിയും എന്റെ ചേച്ചിയൊക്കെ ഒരുപാട് പറഞ്ഞതാ, പക്ഷെ ഞാൻ അതൊന്നും കേട്ടില്ല. ഇവനെ വിശ്വസിച്ചു എന്ന് പറയുമ്പോൾ ജുബാന പറഞ്ഞിട്ട് ഞാനും അതെ, ഇവനെ വിശ്വസിച്ചു. അതുപോലെ എത്ര എത്ര പെണ്ണുങ്ങൾ ഇവനെ വിശ്വസിച്ചാണ്. ആരെയും വെറുതെ വിടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കല്യാണി കൂടെ ഉണ്ടായതൊക്കെ ചോദിക്കണത്, നിനക്കൊന്നും നാണമില്ലേ ഇങ്ങനെ വേഷവും കെട്ടി ഇങ്ങോട്ടേക്ക് വരാനായിട്ട് എന്ന് പറയുമ്പോൾ ജുബാന പറഞ്ഞിട്ട് കല്യാണി ചേച്ചി ആരെയും വെറുതെ വിടണ്ട, എല്ലാത്തിനും പോലീസിനെ പിടിച്ചു കൊടുക്കേണ്ടതാ എന്ന് പറയുമ്പോൾ കല്യാണി പറയണ്ട് അതെ, എന്തായാലും ഒരു കാര്യം ചെയ്യും, എല്ലാരും കല്യാണ സദ്യയൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി, ഇത്രയും കഷ്ടപ്പെട്ട് അഭിനയിച്ചതല്ലേ എന്ന് പറഞ്ഞിട്ട് കല്യാണിയും അതുപോലെ തന്നെ ജുബാനയും നിശയും നിധിയും വരുണൊക്കെ അങ്ങോട്ടേക്ക് പോവാട്ടോ. നിധിയും മനോഹറിന്റെ മുഖത്തിൽ ഒറ്റ അടി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനിടക്ക് അങ്ങനെ അവരവിടുന്ന് പോയി കഴിയുമ്പോഴേക്കും മനോഹർ ദേഷ്യത്തോടു കൂടി തന്നെ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. കൂടെ ഷാരിയും വരുന്നുണ്ട്. എടാ, എന്താണിത്, നാണം കെടുത്തി കളഞ്ഞല്ലോ, ഇന്നത്തോടെ നീ എന്റെ മോളുടെ ജീവിതത്തിൽ നിന്ന് പോകുമെന്ന് വിചാരിച്ചതാ, അതും നടന്നില്ല. ദേ തള്ളെ, മിണ്ടാതിരുന്നോ, ഞാനൊക്കെ വട്ടു പിടിച്ചിരിക്കുകയാണ്. എടാ, നീ ഒരുപാട് ബുദ്ധിശാലി എന്ന് നിനക്കൊരു വിചാരമുണ്ട്, ഇപ്പൊ മനസ്സിലായില്ലടാ, കുറെ പെണ്ണുങ്ങൾ കൂടി നിന്നെ മണ്ടനാക്കില്ലടാ. അല്ല, നിനക്ക് എല്ലാ പെണ്ണുങ്ങളെ കണ്ട മനസ്സിലാവുന്നതാണല്ലോ, പക്ഷെ ഇതെന്താണ് നിനക്ക് തെറ്റുപറ്റിപ്പോയത്? ഓ, തുണിമേൽ വടിമേൽ തുണി ചുറ്റിക്കഴിഞ്ഞാൽ നീ അവിടെ പുറകെ പോകുമല്ലോ, അതുകൊണ്ട് ഒരാണ് പെൺവേഷം കിട്ടുന്നപ്പോ നിനക്ക് മനസ്സിലായില്ലല്ലേ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാണ്. നീ മിണ്ടാതിരുന്നോ, എനിക്ക് ദേഷ്യം വരുവാ, ഞാൻ ഈ ദേഷ്യത്തിന് പുറത്ത് എന്താ ചെയ്യാൻ പോണെന്നറിയോ, ആ കല്യാണം എന്ന് പറഞ്ഞവളെ ഞാൻ ഇല്ലാതാക്കും. നീ കുറെ ഉണ്ടാക്കും. എടാ, കല്യാണിന്റെ കയ്യിൽ നിന്ന് നീ എത്ര പ്രാവശ്യം അടി വാങ്ങിച്ചിട്ടുണ്ടടാ എന്ന് ഷാരി ചോദിക്കുമ്പോ അതെ, ഞാനല്ല, അവളെ ഇല്ലാതാക്കാൻ വേണ്ടി ഒരുത്തൻ വന്നിട്ടുണ്ട്, അവൻ അവളെ ഇല്ലാതാക്കിയിരിക്കും എന്നൊക്കെ പറയാണ്. നീ എന്തെങ്കിലും ചെയ്, ദേ നിനക്ക് ബാക്കി പൈസ തരാനും പൈസ കൊടുക്കാനുള്ളവരൊക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞ ഷാനി അവിടെ നിന്ന് പോവാണ്. അപ്പൊ അഭിനയിച്ച ആൾക്കാരൊക്കെ വരുവാട്ടെ നേരെ നേരെയായിട്ട് മനോഹറിന്റെ കയ്യിൽ നിന്ന് പൈസ മേടിക്കാനായിട്ട്. അതെ, ഞങ്ങളുടെ പൈസ ഉണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് പോവായിരുന്നു, ഒന്നും മിണ്ടാതിരിക്കും, എനിക്ക് വട്ടു പിടിച്ചിരിക്കുക, ഞാൻ തരാം. അതെ, ചിലപ്പോൾ കാര്യം കഴിയുമ്പോൾ നിങ്ങൾ തരാതിരിക്കും, എന്തായാലും കല്യാണമൊക്കെ കൊളവായി, പക്ഷെ എന്നാലും ഞങ്ങൾക്ക് തരാനുള്ള പൈസ തന്നേ പറ്റൂന്ന് പറയുമ്പോൾ എല്ലാം വണ്ടിയിലേക്ക് കയറി, അടുത്ത ATM കാണുമ്പോൾ ATM നിന്ന് പൈസ എടുത്ത് എല്ലാത്തിനും തരാം എന്നിങ്ങനെ പറയണം. അങ്ങനെ എല്ലാരെയും കൂട്ടിക്കൊണ്ട് മനോഹർ അവിടുന്ന് പോകുവാട്ടോ. അതിനുശേഷം വീണ്ടും കാണിക്കുന്നത് ഷാരിനെയാണ്. ഷാരി അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് എത്തുകയാണ്. രാഹുൽ ചോദിക്കണ്ടേ, എന്താ ഷാരി, കല്യാണമൊക്കെ കഴിഞ്ഞോ, എങ്ങനെയുണ്ടത്, ആ മനോഹർ നമ്മുടെ മോന്റെ ജീവിതത്തിൽ നിന്ന് പോയോ? അവൻ നമ്മുടെ മോന്റെ ജീവിതത്തിൽ നിന്ന് പോകുന്നില്ല, എനിക്ക് തോന്നുന്നില്ല. എന്താ ഷാരി നീ ഇങ്ങനെയൊക്കെ പറയണത്? അതെ, അവിടെ ഭയങ്കര സംഭവങ്ങളൊക്കെ സംഭവിച്ചത് എന്ന് പറയാണ്. എന്താ ഷാരി, എന്താ സംഭവിച്ചത്? അതെ, വന്ദന എന്ന് പറഞ്ഞ ഒരാള് ഒരുത്തി മനോഹറിന്റെ ജീവിതത്തിൽ വന്നിരുന്നല്ലോ, അത് വന്ദനയല്ല, വരുണോ, നീ എന്തൊക്കെയാ ഷാരി പറഞ്ഞത്? അതെ, ആൺവേഷം കെട്ടിയ പെണ്ണാ, പെൺവേഷം കെട്ടിയ ആണാണ് വരുണിനെ മനോഹറിനെ പണി കൊടുക്കാൻ വേണ്ടി അവൻ ചതിച്ച പെണ്ണുങ്ങളെല്ലാരും കൂടി ആ കല്യാണിയുടെ നേതൃത്വത്തിൽ ചെയ്ത പരിപാടിയാ. ഓഹോ, ഇപ്പൊ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി, കല്യാണി കൂടി ഉണ്ടായല്ലേ, എനിക്കിനി ഊഹിക്കാവുന്നതേ ഉള്ളൂ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ. ചതിച്ചല്ലോ ഷാരി, നമ്മുടെ മോളുടെ ജീവിതത്തിൽ നിന്ന് അവൾ പോവില്ലല്ലോ ഇനി. അതെ, പോവില്ലെന്ന് മാത്രല്ല, അവളുടെ സ്വർണ്ണം എല്ലാം അവൻ കൊടുത്തിട്ടുണ്ടെന്നാ തോന്നുന്നത്. ഇനി കയ്യിൽ എന്തിനു നിസ്സാരമായിട്ടേ കാണുള്ളൂ, അത് കൂടി കൊടുത്തതിനാ പിന്നെ നമ്മൾ പിച്ചച്ചട്ടി എടുക്കേണ്ടി വരും. അല്ല, എന്നിട്ട് അവൻ എവിടെ, ആ മനോഹർ? ആർക്കറിയാം, എന്തായാലും ഇങ്ങോട്ട് തന്നെ വരും, വേറെ എവിടെ പോവാനാ എന്ന് ഷാരി ഇങ്ങനെ പറയുക കേട്ടോ. പിന്നീട് കാണിക്കുന്ന മനോഹറാണ്. മനോഹർ ആകെ ദേഷ്യത്തിൽ കടൽ തീരത്തിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാണ് എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.